മലബാർ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇട്ടുന്ന ഓരോ പോസ്റ്റും നിങ്ങളിലേക്ക് എത്താണ്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പൂരങ്ങളിലൊന്നായ വേങ്ങര ശ്രീ അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രം വിദ്യാമാതാവിൻ്റെ രൂപമായ ഭഗവതി ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യകളും ശാന്തമായ ചുറ്റുപാടുകളും പേരുകേട്ട ഈ ക്ഷേത്രം ഭക്തർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാനും അനുഗ്രഹങ്ങൾ തേടാനും ശാന്തമായ ഒരു ഇടം തന്നെയാണ്. ക്ഷേത്രത്തിൽ നിരവധി ഉത്സവങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് താലപ്പൊലി മഹോത്സവമാണ്. അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ ഒരു ഏകദിന ഉത്സവമാണ്. ഉത്സവത്തിൽ ഭക്തർ പ്രധാനമായും സ്ത്രീകളും കുട്ടികളും ഒക്കെ ചേർന്ന് പൂക്കൾ, വിളക്കുകൾ, വഴിപാടുകൾ എന്നിവ നിറച്ച താലമേന്തി ആണ് ഈ താലപ്പൊലി നിർവഹിക്കുന്നത്. ഇതൊരു ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ താലപ്പൊലിയുടെ പ്രധാന ഒരു ചടങ്ങ്. മലപ്പുറം വേങ്ങരയിലെ പറമ്പിൽ പീടിക അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ ദിവസേനയുള്ള ആചാരങ്ങളും ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക പൂജകളുമായാണ് മണ്ഡലകാലം ആചരിക്കുന്നത്. മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസം വിപുലമായ പൂജകൾ, സാംസ്കാരിക പ്രകടനങ്ങൾ, ഭക്തി സംഗീതം എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക പരിപാടികൾ ഉണ്ടായിരിക്കും. ഇത് ധാരാളം ഭക്തരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. വർദ്ധിച്ച ആത്മീയ ആവേശത്തോടു കൂടിയും സമൂഹ പങ്കാളിത്തത്തോടു കൂടിയും ഈ സമാപന ആഘോഷം പുണ്യമാസത്തിൻ്റെ അവസാനമായാണ് ആചരിച്ചു പോരുന്നത്. അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ താലപ്പൊലി മഹോത്സവം നാടാകെ അറിയിക്കുന്ന ചടങ്ങാണ് ആദ്യഘട്ടം. ഊരുചുറ്റൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഉത്സവം നടത്താനുള്ള അവകാശമുള്ള കുണ്ട്യാട്ട് മുത്തപ്പൻ തറവാട്ടുകാരാണ് ഈ ദേശം മുഴുവനും ഉത്സവം അറിയിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങ് നടത്തുന്നത്. അമ്മാഞ്ചേരി ദേവി കുതിരപ്പുറത്തേറി പ്രജകളെ ക്ഷണിക്കുകയാണ് ഈ ഒരു ഊരുചുറ്റലുള്ള സങ്കല്പം. ഉത്സവത്തിൻ്റെ മുന്നോടിയായുള്ള ആദ്യ ഘട്ടമാണ് ഈ ഒരു പ്രധാന ചടങ്ങ്. ദേശത്തെ ഓരോ വീട്ടിലും പൊയ്ക്കുതിരകൾ കെട്ടിയുണ്ടാക്കി തോറ്റംപാട്ടുകൾ പാടിക്കൊണ്ട് അരിയും പൂവും എറിഞ്ഞ് ഉത്സവത്തിന് ക്ഷണിക്കുന്നതാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിനുമുണ്ട് പ്രത്യേകതകൾ. എല്ലാവർക്കും ഇങ്ങനെ ഉത്സവം ക്ഷണിക്കാൻ പറ്റില്ല. ഇതിനായി പ്രത്യേകം അനുമതിയുള്ള തറവാട്ടുകാർക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതി. ഉത്സവം നടത്താനുള്ള അനുമതി വാങ്ങലാണ് ഈ ചടങ്ങിൻ്റെ ആദ്യഘട്ടം. ഈ അനുമതി കൊടുക്കുന്നതിനുമുണ്ട് ഒരു പ്രത്യേക തറവാട്ടുകാർ. അവരാണ് ഈ ഉത്സവത്തിന് ഉള്ള ഡേറ്റ് നിശ്ചയിക്കലും അനുമതി കൊടുക്കലും എല്ലാം. പുതിയത്തുകുന്ന് തറവാട്ടുകാരാണ് ഇതിനുള്ള അനുമതി കൊടുക്കുന്നതും. അവർക്കാണ് ഉത്സവം നടത്താനുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ അവകാശികളാണ് അവരാണ് ഈ ഒരു ഉത്സവം നടത്താനുള്ള അനുമതി കൊടുക്കുന്നത്. ആദ്യം ഈ തറവാട്ടിൽ ചെന്ന് അവിടെ ഉത്സവം നടത്താനുള്ള അനുമതി ചോദിക്കും. അപ്പോൾ തറവാട്ടിലെ പുതിയ കാരണവരായ ഊരാള് മൂപ്പൻ അരിയും മറ്റു പൂജാദ്രവ്യങ്ങളും വെച്ച് പൂജ നടത്തി ദിവസം നിശ്ചയിച്ചു ദിവസം ഉച്ചത്തിൽ വിളിച്ചറിയിച്ച് അനുമതി കൊടുക്കും. ഇതോടുകൂടിയാണ് ചടങ്ങുകളുടെ തുടക്കം. അതിനുശേഷം ഊരാള് മൂപ്പൻ കൊടുത്ത അരിയും എടുത്ത് ദേശത്തെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഉത്സവത്തിന് ക്ഷണിക്കും.
ഇതാണ് ഉത്സവത്തിൻ്റെ മുന്നോടിയായുള്ള പ്രധാന ചടങ്ങ്. അതിനുശേഷം കുംഭമാസം 1-നാണ് ഈ ഉത്സവം നടത്തുന്നത്. ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന ചടങ്ങും വഴിപാടും കൂടിയാണ് പൊഴിക്കാളകളുടെ മാതൃകയുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുക എന്ന പ്രധാന ചടങ്ങ്. ഈ ചടങ്ങിനുമുണ്ട് പ്രത്യേകതകൾ. വർഷങ്ങളായി നടത്തിപ്പോരുന്ന കുണ്ട്യാട്ട് മുത്തപ്പൻ്റെ തറവാട്ടുകാരാണ് ആദ്യം ഈ കാളകളെ സമർപ്പിക്കേണ്ടത്. അവരാണ് ആദ്യം വലിയ കാളകളെ കെട്ടിയുണ്ടാക്കി വെച്ച് പിന്നീട് ചെറിയ തൈക്കാളകൾ എന്ന് വിളിപ്പേരുള്ള തൈക്കാളകൾ ഉണ്ടാക്കി ഭൂതത്തിൻ്റെ മുഖമുള്ള കോലം മുഖത്തണിഞ്ഞ് തറവാട്ടുകാരനവരുടെ അനുമതിയോടുകൂടി പൂജകൾ ഒക്കെ ചെയ്ത് കെട്ടിയുണ്ടാക്കിയ വലിയ കാളയുടെ മുന്നിൽ കൊട്ടിപ്പാടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഉത്സവ ദിവസം ആദ്യം ഈ തറവാട്ടുകാർ കെട്ടിയുണ്ടാക്കിയ പൊയ്ക്കാളകളെ ദേവിക്ക് സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഇങ്ങനെ കാളകളെ കെട്ടിയുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന ആദ്യ ചടങ്ങുകളിൽ 1ഉം 2ഉം തറവാട്ടുകാർക്കാണ് ഇതിനുള്ള അനുമതി. ഒന്നാമതായി ഈ തറവാട്ടുകാർ നടത്തിയതിനു ശേഷം രണ്ടാമതായി കൊളപ്പുറം കള്ളാടി എന്ന തറവാട്ടുകാരാണ് പിന്നീട് കാളകളെ കെട്ടിയുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കേണ്ടത്. ഈ തറവാട്ടിലും മുമ്പ് പറഞ്ഞ സമാനമായ രീതിയിലുള്ള പൂജകളും ആചാരങ്ങളും തന്നെയാണ് നടന്നു പോരുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് രണ്ടാമതായി ഉത്സവ നടത്തിപ്പിനുള്ള അവകാശമുള്ള തറവാട്ടുകാർ ഇപ്പോൾ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട തറവാട്ടുകാരാണ്. ക്ഷേത്രപൂജാരി വന്ന് പൂജ നടത്തിയതിനു ശേഷം ഇദ്ദേഹം വന്ന് അനുമതി കൊടുത്താൽ മാത്രമാണ് ഉത്സവം നടത്താനും മറ്റു ചടങ്ങുകൾക്കും അനുമതിയുള്ളൂ. മതത്തിൻ്റെ പേരിൽ കടിപിടി കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാമുദായിക ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നേർചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ പൊയ്ക്കാളകളെ കെട്ടിയുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കൽ ചടങ്ങിൽ രണ്ടാമതായി ദേവിക്ക് സമർപ്പിക്കേണ്ടത് ഈ തറവാട്ടുകാരാണ്. ഇതിനു ശേഷം മാത്രമേ മറ്റു ദേശക്കാർക്ക് കാളകളെ ദേവിക്ക് സമർപ്പിക്കാൻ അനുമതിയുള്ളൂ. ഈ രീതിയിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നടന്ന് പോന്നിരുന്നത്. ആദ്യകാലങ്ങളിൽ ചെറിയ തൈക്കാളകളായിരുന്നു. പിന്നീട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ കാളകളുടെ വലുപ്പത്തിലും വ്യത്യാസം വന്നു. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. കാളകളുടെ വലുപ്പത്തിലും കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ 2026 നിൽക്കുമ്പോൾ കാളകളുടെ വലുപ്പത്തിലും ആകൃതിയിലും വർണ്ണത്തിലും പ്രൗഢിയിലും വളരെയേറെ മുന്നിലേക്ക് പോയി ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു ഈ ഒരു അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ താലപ്പൊലി മഹോത്സവം. ഈ മാറ്റങ്ങൾ പിന്നീട് മത്സരങ്ങളിലേക്ക് വഴിമാറി. ഓരോ ദേശക്കാരും അവരവരുടെ ദേശത്തിൻ്റെ യശസ്സ് ഉയർത്തിക്കാട്ടുന്ന വേദിയായി പിന്നീട് രൂപാന്തരം പ്രാപിച്ചു. വർണ്ണത്തിലും വലുപ്പത്തിലും പ്രൗഢിയിലും തലയെടുപ്പുള്ള കാളക്കൊമ്പന്മാരെ അണിനിരത്തി ഓരോ വർഷവും നടത്തിവരുന്ന ഈ താലപ്പൊലി മഹോത്സവത്തിൽ ഓരോ ദേശക്കാരും മത്സരിക്കുകയായിരുന്നു. പണ്ടുകാലങ്ങളിൽ ദേശക്കാരുടെ എണ്ണത്തിലും കാളകളുടെ വരവിലും കുറവായിരുന്നെങ്കിൽ ഇന്ന് ദേശക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിൽ മാറ്റം വന്നതോടുകൂടി ഓരോ ദേശത്തും പല ചേരികളായി തിരിഞ്ഞ് കാളകളെ കെട്ടിയുണ്ടാക്കി അമ്മാഞ്ചേരിക്കാവിലേക്ക് വരുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. മുൻ വർഷത്തേക്കാൾ കൂടുതൽ കാളകൾ ക്ഷേത്രത്തിലേക്ക് കെട്ടിയൊരുക്കി കൊണ്ടുവരുന്ന ഒരു കാഴ്ച ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാണവരും വീണവരും എല്ലാവരും അടുത്ത വർഷത്തിൻ്റെ വരവിനായി കാത്ത് ഉത്സാഹത്തോടെയും ആവേശത്തോടും കൂടി തങ്ങളുടെ മികവ് കാട്ടി. ഭക്തരുടെ ഈ ആവേശം അമ്മാഞ്ചേരിക്കാവ് പൂരത്തിൻ്റെ ആഘോഷത്തിലും ആവേശത്തിലും ഊർജ്ജസ്വലത കൂട്ടിക്കൊണ്ടിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു നാടിൻ്റെ ആഘോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. പകൽ കാഴ്ചകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അമ്മാഞ്ചേരിക്കാവിലെ ഈ ഒരു രാത്രികാല കാഴ്ചകൾ. പല വർണ്ണത്തിലും വലുപ്പത്തിലുമുള്ള വർണ്ണ ലൈറ്റുകൾ മിന്നി മിന്നി തിളങ്ങുന്നത് കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ തന്നെയാണ് പകൽ സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാതെ രാത്രി കാലങ്ങളിൽ
ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. വർഷങ്ങളുടെ പഴക്കം കൊണ്ട് നിലനിർത്തി പോന്നിരുന്ന പഴയ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒട്ടും തന്നെ വ്യത്യാസം വരാതെ അതേപോലെ ആചരിച്ചു പോരുന്ന ഒരു വിഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റൊരു വിഭാഗക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയും. പണ്ടുകാലങ്ങളിൽ പൊയ്ക്കാളകളെ സ്വന്തം ദേശത്ത് കെട്ടിയുണ്ടാക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ കാളകളും അമ്മാഞ്ചേരി കാവിലേക്ക് എഴുന്നള്ളിക്കുന്നത്. സ്വന്തം ദേശക്കാരിൽ നിന്ന് പിരിവുകൾ നടത്തിയാണ് ഇതിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. മറ്റു ദേശക്കാരുടെ മുമ്പിൽ സ്വന്തം ദേശത്തിൻ്റെ പ്രൗഢിയും യശസ്സും ഉയർത്തിക്കാണിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകമായി മാറിയത് കൊണ്ട് തന്നെ ആരും ഇതിലേക്ക് പണം കൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടാറില്ല. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ദേശക്കാർ ഒരുക്കി വയ്ക്കും.
ഉത്സവ ദിവസം ഉണ്ടിയാട്ട് തറവാട്ടുകാർ അവകാശക്കാളയെ ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ കാളയെ അതിരിരുത്തൽ എന്നൊരു ചടങ്ങുണ്ട്. അതിന് പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് അതിരിരുത്തൽ എന്ന ചടങ്ങ് നടക്കുന്നത്. അവിടെ വീട്ടുകാർ 4 മണിയോട് കൂടി അവിടെ ചെന്നിരിക്കും. അവർ ആണ് മറ്റു കാളകളെ വരവേൽക്കേണ്ട ചടങ്ങ് ബാധ്യതയും അവർക്കാണ്. അതിനു ശേഷമാണ് മറ്റു ദേശത്തെ കാളകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. തറവാട്ടുകാർ പണ്ടുകാലങ്ങളിലെ സ്വയം കെട്ടി ഉണ്ടാക്കുകയാണ് പതിവെങ്കിൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നതോടുകൂടി അവരും ഈ തറവാട്ടുകാരും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വഴിമാറേണ്ടി വന്നു. വാണിജ്യ മേഖല വളരെയേറെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇടം തന്നെയാണ് എല്ലാ ഉത്സവങ്ങളും. ഇവിടെയും ഒട്ടും കുറവല്ല. വഴിയോര കച്ചവടക്കാരും പല തരത്തിലുള്ള കരകൗശല വസ്തുക്കളും കളിപ്പാട്ടങ്ങളും മറ്റു കൃഷി ആവശ്യമായ പല വസ്തുക്കളും എല്ലാം തന്നെ ഇവിടെ വന്നാൽ നമുക്ക് സുലഭമായി കാണാൻ കഴിയും. ഉത്സവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ പല കച്ചവടക്കാരും നേരത്തെ സ്ഥലം പിടിക്കാറ് ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ്. 6-7 മണിയോട് കൂടി കാളകളുടെ വരവായാൽ പിന്നെ ഇവിടെ ഭക്തജനങ്ങളുടെ ജനസാന്ദ്രമാണ് നമുക്ക് കാണാൻ കഴിയുക. കാളകളുടെ വലിപ്പം കാരണം ഉച്ചയോടുകൂടി തന്നെ പ്രദേശത്തെ KSEB ലൈൻ കട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു പതിവ് കാഴ്ചകൾ ആണ്. ഉത്സവത്തിൻ്റെ അന്നേ ദിവസം ഈ റൂട്ടിലുള്ള ബസ് സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ നിർത്തിവെക്കുകയാണ് പതിവ്. രാത്രിയോടുകൂടി ഈ പ്രദേശമാകെ ജനസാന്ദ്രം കൊണ്ട് നിശ്ചലമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വേങ്ങര ശ്രീ അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. You are watching Malabar Safari.